Hello guys. Welcome back to channel. കുടുംബത്തിലേക്ക് ഫാമിലിയിലേക്ക് ഒരു ന്യൂ മെമ്പർ വന്നിട്ടുണ്ട്. പുതിയ കുഞ്ഞാണ് വന്നിട്ടുള്ളത്. അമ്മയുടെ കുഞ്ഞാണ്. അപ്പം ആ കുഞ്ഞി പെണ്ണ് കുഞ്ഞാണ്. അപ്പോൾ ആ കുഞ്ഞിക്ക് ഇന്ന് 26 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. 6 ദിവസമായി. അപ്പോൾ വീഡിയോ ഇടാൻ ഇപ്പോൾ പറ്റില്ല. ഇപ്പോൾ ആണ് വരുന്നത്. അപ്പോൾ പരീക്ഷയും തിരക്കലുണ്ടായിരുന്നു. ഇപ്പോൾ നോമ്പെല്ലാം കഴിയാനായിട്ടുണ്ട്. നോമ്പ് ഒന്നിനാണ് നമ്മളെ പുതിയ കുഞ്ഞ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ വരുന്ന ഷാക്കിർ ആൻറ്റിയും ആര്യ ആൻറ്റിയും അനിത്യാണ്. കുട്ടിയുടെ പേര് ആമിനാണ്. അപ്പൊ എല്ലാവർക്കും എക്സാം കഴിഞ്ഞാ. അപ്പൊ എല്ലാവരും കമന്റ് ചെയ്ത് പറയട്ടോ എക്സാം കഴിഞ്ഞവരെ. നമ്മളിപ്പോ നോമ്പ് കഴിയാറായി. ഇനി പെരുന്നാന്ന് വരുന്നത്. അപ്പൊ പെരുന്നാളിന്റെ വീഡിയോ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും കാണണം കേട്ടോ. എത്ര പെട്ടെന്നല്ലേ നമ്മളെ അപ്പൊ സ്കൂൾ അടിച്ച് ഇനി പെരുന്നാളിന് 2 മാസം ഫുള്ള് ഫ്രീ ആണ് കേട്ടോ. അപ്പൊ ഇന്ന് 27ാമത്തെ നോമ്പാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവും. എല്ലാവരും മുഴുവനായി കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ലൈക്ക് കൂടി ചെയ്താൽ ലൈക്ക് ബട്ടൺ അമർത്തുക. അപ്പൊ നമ്മളിത് കുഞ്ഞിനെ കാണാൻ പോകും. ഓനും ഞാനാണ് പോകുന്നത്. ഓനെ ഞാൻ പോയിട്ട് വന്നു. അപ്പൊ നമ്മൾ ഇന്ന് കുഞ്ഞിനെ കണ്ടിട്ട് വരൂ. അപ്പൊ നമ്മുടെ 2 ദിവസം കഴിക്കാം. ഒരു ദിവസം നാളെയോ മറ്റന്നാളോ ഒക്കെ വരും. അപ്പൊ നമ്മൾ കുറേ വീഡിയോ പോകുന്നത്. അപ്പൊ മാമനാടാണ് കുഞ്ഞുള്ളത്. അപ്പം അവരുടെ ശേഷം കാണാം കേട്ടോ. ഇതിന്റെ ഇടയിൽ നമ്മളെ കുറച്ച് ഹോസ്പിറ്റലിന്റെ വ്ലോഗ് ഉണ്ടാവും. അപ്പം അത് നിങ്ങൾ എല്ലാവരും കാണാം കേട്ടോ. പിന്നെ കുഞ്ഞിക്ക് കിട്ടിയ ഗിഫ്റ്റും എല്ലാം നമുക്ക് കാണിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. മൻസർ ഹോസ്പിറ്റലിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. ഈ ഡോക്ടറിനെയാണ് കാണിക്കുന്നത്. കുഞ്ഞാമ്മ ഡോക്ടറിനെയാണ് കാണിക്കുന്നത്. ഇത് അവിടുത്തെ റിസപ്ഷനാണ് കേട്ടോ. ഇത് കുഞ്ഞാമ്മ ഡോക്ടറിൻ്റെ ക്യാബിനാണ്. അത് അവിടെ പിന്നെ ഇത് ലേബർ റൂമാണ് കേട്ടോ. ഇതിൻ്റെ കുറച്ച് ഭാഗമല്ല റമദാൻ 1 ഇട്ടിട്ടുണ്ട്, അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ കുറച്ച് ഭാഗമാണ് ഇപ്പോൾ ഇതിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ റൂമിലേക്ക് നടക്കുകയാണ്. അഡ്മിറ്റാക്കിയ റൂമിലേക്ക് ആമാനെയാണ് അഡ്മിറ്റാക്കിയത്. റമദാൻ 1 നമ്മൾ വ്യക്തമായി പറഞ്ഞില്ല, ഇപ്പോൾ പറയുന്നു. ആമാൻ്റെ കുട്ടിയെ വെയിറ്റിംഗ് ആണ് കേട്ടോ. ഇതാണ് ആമാനെ അഡ്മിറ്റാക്കിയ മുറി. അതിൻ്റെ അടുത്താണ് നമ്മുടെ പുറത്തേക്കുള്ള വ്യൂ എല്ലാം ഉള്ളത്. വിൻഡോ എല്ലാം നല്ല വലിയ വിൻഡോ ഉണ്ടായിരുന്നു. അപ്പോൾ പുറത്തേക്കുള്ള കാഴ്ചകളെല്ലാം നന്നായി കാണാമായിരുന്നു. അതിലെ പോകുന്ന വണ്ടികളെയും എല്ലാം കാണാമായിരുന്നു. അപ്പം എൻ്റെ അനിയനും അനിയത്തിയും എല്ലാം നോക്കിയിരിക്കുകയാണ്. ഇതാണ് അവിടുത്തെ വണ്ടി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ലത്തീഫും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലത്തീഫും അലിയും എല്ലാം കളിക്കുകയാണ് അങ്കണത്തിൽ. ഇത് കുഞ്ഞിക്ക് വാങ്ങിയ ബാസ്ക്കറ്റാണ്. കുഞ്ഞിക്ക് മുന്നേ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആമാനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടുത്തെ കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത്. ഇതാണ് ഓപ്പറേഷൻ തിയേറ്റർ. അപ്പം അവിടെ എൻ്റെ അനിയത്തിയും അനിയനും എല്ലാവരും കളിക്കുകയാണ്. വെയിറ്റിംഗ് ആണ് കുഞ്ഞാവയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ അതിലേക്ക് ഇങ്ങനെ കളിച്ചുകൊണ്ടെല്ലാം നടക്കുകയാണ്. ഇതാണ് നമ്മളെ ഓപ്പറേഷൻ തിയേറ്റർ. ആടെ സൈഡിൽ തന്നെയാണ് ICU ഉണ്ടായിരുന്നത്. രാത്രിയായിരുന്നു ഇത് നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ അനിയൻ വണ്ടി കുട്ടികളെല്ലാം കളിക്കുന്നുണ്ടായിരുന്നു. അതിന് ശേഷം ധാരാള കുഞ്ഞിനെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെ കുഞ്ഞാവനെ ലാസ്റ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ കുഞ്ഞാവൻ്റെ മുഖം നമ്മൾ ഇപ്പോൾ കാണിക്കുന്നില്ല, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കാണിക്കും. കുഞ്ഞ് ഭയങ്കര പൂക്കലായിരുന്നു. പിന്നെ എൻ്റെ അപ്പ കുഞ്ഞിൻ്റെ ചെവിയിൽ ബാങ്ക് കൊടുത്തു കേട്ടോ. പിന്നെ കുഞ്ഞിനെ
NICUലേക്ക് മാറ്റിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ ഇതിലേക്ക് മാറ്റി വെച്ചിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇതാണ് കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുന്ന ICU പറയുന്നത്. അപ്പോൾ അവിടെയും അഡ്മിറ്റ് റൂമെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ജനിച്ചത് പറഞ്ഞിട്ട് എല്ലാവർക്കും മധുരം കൊടുക്കേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ മധുരം കൊടുക്കാൻ വേണ്ടി ലഡുവും മുട്ടായെല്ലാം ആപ്പ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ. അപ്പം അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ലഡുവും മുട്ടായും എല്ലാം വിതരണം ചെയ്യുകയാണ് ഇപ്പോൾ. അപ്പം അതിനായി ലഡു എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ എൻ്റെ അനിയത്തിയും അനിയനും തല്ല് കൂടുകയാണ്. മുട്ടായി ആര് കൊടുക്കണം എന്നിട്ട് അതിൻ്റെ എല്ലാവരും തല്ല് കൂടുകയാണ്. അങ്ങനെ 2 പേരും ഒന്നാകെ കൂടിയിട്ട് മുട്ടായെല്ലാം കൊടുക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ അവിടെ ഉണ്ടായാൽ എല്ലാവർക്കും കൊടുക്കുകയാണ്. പിന്നെ എൻ്റെ ഉമ്മ ലഡു എല്ലാം എല്ലാവർക്കും കൊടുത്തു വിതരണം ചെയ്തു. എൻ്റെ അമ്മ പറഞ്ഞാൽ എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിയാണ്. അപ്പം ഇത് നമ്മൾ കുഞ്ഞിക്ക് കടുക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളെ കടുക്ക നോക്കുകയാണ്. അവിടെ ബാസ്ക്കറ്റും കടുക്കും കുഞ്ഞിനെ കൊണ്ടുപോകാനുള്ളതെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഫ്രൂട്ടി കുപ്പി അങ്ങനത്തെ മധുര പാനീയം എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് ഒന്ന് നോക്കി. അപ്പം അത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഹോസ്പിറ്റൽ സൈഡ് തന്നെ ഉണ്ടായിരുന്നു ഒരു 5-6 എണ്ണം. അത് നോക്കി. അപ്പം അതിൽ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് നമ്മൾ സെലക്ട് ചെയ്തത്. പെണ്ണുകുഞ്ഞിക്ക് കളറായിട്ടുള്ളത് തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് മറ്റൊരു ദിവസത്തെ വീഡിയോ ആണ്. നമ്മൾ മറ്റൊരു ദിവസം കുഞ്ഞിനെ കാണാൻ വേണ്ടി പോയാണ്. അന്ന് നമുക്ക് കുഞ്ഞിനെ കണ്ടിട്ട് അപ്പനെ വന്നിട്ടുണ്ടായിരുന്നു. പിറ്റേന്ന് പോയപ്പോൾ കുഞ്ഞിക്ക് കുറേ ഗിഫ്റ്റെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഡ്രസ്സെല്ലാം ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം കുറേ ആൾ ഡ്രസ്സെല്ലാം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഡ്രസ്സെല്ലാം കാണിച്ചു തരികയാണ്. ഇതൊരു പെട്ടിയിലാണ് ഉണ്ടായത്. ഇത് വേറെ ഒരാൾ കൊണ്ടുകൊടുത്തതാണ്. ഇത് വേറെ ഗിഫ്റ്റാണ്. ഇത് ഫ്രോക്കും അതിൻ്റെ കൂടെ ബോലം വരുന്നതാണ്. നല്ല മാച്ചിങ് ആയിട്ടുള്ളതാണ്. നല്ല അടിപൊളിയായിരുന്നു. പിന്നെ എൻ്റെ അനിയന് അവിടെ ജ്യൂസ് കുടിക്കുകയാണ്. അപ്പം നോമ്പൊന്നും ഉണ്ടായില്ല. അപ്പം ജ്യൂസ് കുടിക്കുകയാണ് ഇങ്ങനെ കാണുന്നത്. ഓന് അവിടുന്ന് കുറേ എന്തെല്ലാം പറയുന്നുണ്ടായിരുന്നു. പുറത്തത്തെ കാഴ്ചയെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നല്ലോ. അപ്പം അതെല്ലാം പറയുമ്പോൾ അപ്പുറത്ത് ഇപ്പുറത്ത് എല്ലാവരും സൗണ്ട് കേൾക്കുന്നുണ്ട്. അത് നമ്മൾ സൗണ്ട് റിമൂവ് ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും ബൈ.